10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഈ ശബ്ദം താഴ്ച സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ജോജി തമ്പി ശബ്ദം ഇങ്ങനെയാണ്. അതാണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ. ചുമ്മാ വന്ന് ഇത് പുള്ളിയും അവിടെ പേരെടുത്ത് സംസാരിക്കുന്നില്ല. ആർക്കാണോ പുള്ളിക്കാരൻ പറയുന്നത് ലഹരിക്കെതിരെ പുള്ളി സംസാരിച്ചത് മുതൽ ഹലോ ഗൈസ് വെൽക്കം വണക്കം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പച്ച മനുഷ്യനായിട്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ച മനുഷ്യനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇനി ഒരുപാട് ദിവസം നീണ്ടു പോകത്തില്ല. ഞാൻ മിക്കവാറും എന്നെ പിടിച്ച് എല്ലാവരും കൂടെ ഏറി കയറ്റാനുള്ള സാധ്യതയൊക്കെ എൻ്റെ മുമ്പിൽ നാം തന്നെ കാണുന്നു. കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ രണ്ട് വ്യക്തികൾ, അതായത് ഒന്ന് സമൂഹത്തിൽ വളരെ നന്മകൾ ചെയ്യുന്ന ശ്രീ ജോജി തമ്പി, മറ്റൊന്ന് കേരളത്തിൽ ഏറ്റവും വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി വളരെ റീച്ച് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അർജു. ഈ രണ്ടുപേരോടും എനിക്ക് ആദ്യമേ ഉള്ള റിക്വസ്റ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ദയവായി അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യം തോന്നരുത്. രണ്ടുപേരുടെ സൈഡിലുള്ള കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. രണ്ടുപേരുടെ കാര്യത്തിൻ്റെ അകത്തും എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിനോടും ഞാൻ ചോദ്യങ്ങൾ വിട്ടു തരികയാണ്. അതിനു മുമ്പ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമൻറ്റുകളൊക്കെ ഇതുവരെ പല കമൻറ്റ് ബോക്സുകളിലും ഗിവ് അവയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എവിടെയെങ്കിലും 1 രൂപയെങ്കിലും കിട്ടിയിട്ടുള്ളവർ, കാറോ ബൈക്കോ 1 രൂപയോ മറ്റെന്തെങ്കിലും കിട്ടിയിട്ടുള്ളവർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനെ എങ്ങനെയാണ് കാണുന്നത്? സാമൂഹിക പ്രതിബദ്ധത വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? വേണമെങ്കിൽ വേണം, വേണ്ടായെങ്കിൽ വേണ്ട എന്നും ഈ ഒരു കമൻറ്റ് ബോക്സിൽ എഴുതണം. കാരണം ഇത് ഞാൻ ഈ പറയുന്നൊരു കാര്യം റെലവൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ്. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ദ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് 5 ദിവസത്തിന് മുമ്പ്, കഴിഞ്ഞ ദിവസം 5 ദിവസത്തിന് മുമ്പ് നമ്മുടെ അർജുൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു. ദ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറഞ്ഞ് അറിയാമല്ലോ, അർജു ഒരു റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അർജു ചെയ്ത വീഡിയോ, അർജു ഇൻഫ്ലുവൻസേഴ്സിനെ ഇട്ട് ട്രോൾ, ഗിവ് അവയുടെ ട്രോളൊക്കെയാണ് അതിനകത്ത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻഡയറക്ട്ലി അത് നമ്മുടെ ജോജി തമ്പി പോലെ ഉള്ള ആൾക്കാർ, അഥവാ ഈ കാറൊക്കെ ഗിവ് അവ കൊടുക്കുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് സാധനം. പക്ഷേ ജോജി തമ്പി അതിന് പുറകെ മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർജു ഇപ്പം അവരെ ട്രോളുന്നെങ്കിൽ അർജു അത് ട്രോൾ ചെയ്യാൻ യോഗ്യനാണോ എന്നുള്ള അടക്കമുള്ളതാണ് സംഭവം. നമുക്ക് ആദ്യം അർജുൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം. ഗിവ് അവേ ഇൻഫ്ലുവൻസേഴ്സ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ്, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഈ ശബ്ദം താഴ്ച സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ജോജി തമ്പി ശബ്ദം ഇങ്ങനെയാണ്. അതാണ് നൈസായിട്ട് ട്രോളുക. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. കൊടുക്കാം. സോ ഗായ്സ്, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യം മാത്രം. നിങ്ങൾ എൻ്റെ അക്കൗണ്ടും യവൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. വാപ്പാടെ അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യാൻ. ഈ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അതായത് ഒരു കാര്യം ഈ ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ ഗിവ് അവേ കൊടുക്കുന്ന ആൾക്കാർ, ഗിവ് അവേ എന്നുള്ളൊരു കാര്യത്തിൻ്റെ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഭയങ്കര മില്യൺ കണക്കിന് കമൻറ്റ്സ് കാണാം. ആ കമൻറ്റ്സ് ഇടുന്നതിലൂടെ, അല്ലെങ്കിൽ അടുത്ത് അവർ പറയുന്ന കുറച്ച് അടുത്ത ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് അതാണ് അടുത്ത് മറ്റൊരാളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സ്വന്തം അക്കൗണ്ട് ഫോളോ ചെയ്യുക, വേറെ 2-3 കമ്പനിക്കാരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ കാറ് അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ചില അക്കൗണ്ടുകൾ മാത്രം, ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോളോവേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ബ്രാൻഡിങ് ആണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാ. യവന്റെ വാപ്പയുടെ അപ്പൊ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടാ. അപ്പൊ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ട് പറ. എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട്. അപ്പം അമ്മക്ക് വിഷമോടാ, മാമിക്ക് വിഷമം. ഇവന്റെ മാമീനെ, എന്റെ മാമീനെ ബ്രാൻഡ് പാർട്ണർ 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അപ്പൊ മൊത്തം നിങ്ങളൊരു 24 അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും അല്ലേ?
ഒരു 100 കമന്റ് വെച്ച് നിങ്ങൾ അങ്ങ് ഇടുക. നിങ്ങൾ 2000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 2000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങൾ 10,000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 10,000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങളപ്പം നിങ്ങളെ എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടല്ലേ. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു നന്മ മരത്തിനെ ട്രോളുന്ന പരിപാടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതാണ് ആ ഒരു സംഭവം വരുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ളത്. അതെ, 25 അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ ഓക്കെ. അയ്യോ, സംഗതി എന്തായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഭാഗം അവര് കറക്റ്റായിട്ട് ട്രോളൊക്കെ നല്ല രീതിയിൽ അത് എനിക്കിഷ്ടപ്പെട്ടു. നീ എന്തിനാണ് കിടന്ന് മെഴുകുന്നത്? ഇവിടെ എന്റെ ആൾക്കാർക്ക് മെഴുകൽ കണ്ടാൽ മതി. അതിലെ ഞാൻ ഈ കൊളാബറേഷൻ വെച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാ മെഴുകൽ. കുറച്ച് നാളിന് മുമ്പ് ഒരു നന്മ വരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ വീട് വെച്ച് കൊടുക്കുന്നു, മറ്റത് മറിച്ചതൊക്കെ ചെയ്തു കൊടുക്കുന്നു, കടകൾ വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് അത് സിനിമാറ്റിക് മോഡിൽ വീഡിയോ എടുക്കുന്നു, ഭയങ്കരമായിട്ടൊക്കെ ഉള്ള പ്രൊമോഷൻ കിട്ടുന്നു. ഏത് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അദ്ദേഹത്തിനെ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നു. എങ്ങനെയാണ് അയാൾ അത് വെച്ച് കൊടുത്തത്? കുറേ അധികം ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയൊരു ശതമാനം ഇതിൽ മുടക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നന്മപരമായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? നന്മമരങ്ങളുടെ ഒരു കാലഘട്ടമാണ്, മനസ്സിലായല്ലോ. അത് സാധാരണ മനുഷ്യരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് മാത്രം. ഓക്കെ, നീ അടുത്ത എന്താ കളിയാ? ഇനി മറ്റേ കോശി ഫിനാൻസിൽ ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്, അത് പോയി കൊടുത്താലോ? അവൻ കൊടുക്കൂടെ? ഒരു 5 ഐഫോണും പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഒന്നും അറിയും. 2 നമുക്ക്. അപ്പം ഇതാണ് നമ്മുടെ അർജു ട്രോൾ എന്ന് പറയുന്ന ആ വീഡിയോ. ചേച്ചിയോട് കൊടുക്കാൻ പോകുന്നു. ഞാൻ കോട്ടാ പോന്ന ഇനി പത്തനംതിട്ട കൊല്ലം പോ. മറ്റേ ബോഡി ഒന്ന് ഇവന് ശ്രദ്ധിച്ചൂടെ? സോ ഇതാണ് പരിപാടി. അപ്പം ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കുന്നത്. ഇനി അടുത്ത് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ജോജി തമ്പി അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യം കാണാം. അതിനുശേഷം ഈ ജോജി തമ്പിയെ ട്രോൾ ചെയ്യുക അർജുൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, സാമൂഹിക പ്രതിബദ്ധത, അതും കൂടെ നമുക്ക് കാണണമല്ലോ, എങ്കിലേ ഇത് പൂർണ്ണമാവുള്ളൂ. അടുത്ത് ജോജി തമ്പി ഇതിന് കൊടുക്കുന്ന മറുപടി ആദ്യം നമുക്ക് പോയി കാണാം. എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അങ്ങോട്ട് എനിക്ക് പല രീതിയിലുള്ള ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അങ്ങോട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി ഇത് ഇദ്ദേഹത്തിന് അറിയാത്തവരല്ലോ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇദ്ദേഹം ജോജി തമ്പി ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഒത്തിരി ഗീവ് അവേസ് ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാളുടെ കാറുകളൊക്കെ ഗീവ് അവേ കൊടുക്കുന്നു, വലിയ വലിയ കമ്പനിക്കാർ, ബോച്ചെ, മറ്റത് മറിച്ചത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഗീവ് അവേസ് ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പേരെ സഹായിക്കുന്നത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു, ഒരുപാട് പേരെ സഹായിക്കുന്നു, സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന വീഡിയോസൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ID കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പുറകോശം എനിക്കറിയത്തില്ല, നമ്മൾ കണ്ട കാര്യം ഇതാണ്. ഓക്കെ, അദ്ദേഹം അതിന് സമാനമായ റിപ്ലൈ ആണ് ഇതാ വരുന്നത്. ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. എടാ ആയിക്കോട്ടെ, എടാ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ? ഓക്കെ, കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം എന്താണ് ഇത് ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസർവിംഗ് ആയിട്ടൊരു കുട്ടിയെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് എനിക്കൊരു പുതിയ അറിവാണ്, നല്ല കാര്യം എന്തായിരുന്നാലും. 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമത്. അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഓക്കെ, അദ്ദേഹം കേരളത്തിന് നമ്മുടെ ദുരന്തം ഉണ്ടായ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ വണ്ടി വിട്ടുകൊടുത്തു. അത് വളരെ വലിയൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ, ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ. ചുമ്മാ ഒന്ന് ഇത് പുള്ളിയും അവിടെ പേരെടുത്ത് സംസാരിക്കുന്നില്ല. ആർക്കാണോ പുള്ളിക്കാരൻ പറയുന്നത് ലഹരിക്കെതിരെ പുള്ളി സംസാരിച്ചത് മുതൽ പുള്ളിക്കെതിരെ ഒരുപാട് ആൾക്കാരുടെ ആക്രമണങ്ങളും ഒരുപാട് നെഗറ്റീവ് പബ്ലിക്കിലേക്ക് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ലഹരിക്കെതിരെ പോരാടുന്ന സമയത്ത് ആക്രമണങ്ങൾ ഉണ്ടാവും എനിക്കറിയത്തില്ല. കാരണം എങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാനാണ് സാധ്യത. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആകപ്പാടെ ഈ പറഞ്ഞ ലഹരി മാഫിയ അവരുടെ സൈഡിൽ നിന്ന് മാത്രമായിരിക്കും. ചിലപ്പോൾ മേ ബി പുള്ളിക്ക് അത് ഉണ്ടായിട്ടുണ്ടാവാം, സത്യമായിരിക്കാം. കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ, പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവയുടെ കാര്യമില്ല. എടാ, എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. എടാ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളിൽ ഈ കാറുകൾ ഇപ്പം നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഗീവ് അവേയിൽ കാറോ പിന്നെ മറ്റ് വാഹനങ്ങളോ വില കൂടിയ സാധനങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയൂ.
കാരണം എൻ്റെ അറിവിൽ ആരുമില്ല. ഞാൻ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഈ ഗീവ് അവേ കാറുകളും മറ്റുള്ള സംഭവം വലിയ വലിയ ആഡംബര വണ്ടികളൊക്കെ കൊടുത്ത സംഭവങ്ങൾ കിട്ടിയതായിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യവും പിന്നെ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. ഒരിടത്തും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കിട്ടിയെന്നുള്ളത് ആണെങ്കിലും കിട്ടിയിട്ടുണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക. കാരണം ഇത് ഇത്രയൊക്കെ എമൗണ്ട് കിട്ടും, ഇത്രയും വലിയ വണ്ടിയും വാഹനങ്ങളും കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഈ ഒരു ഗിവ് അവേക്ക് കൊടുക്കുന്ന കാറിന് ചിലപ്പോൾ ഒരു 10, 20, 25, 30 ലക്ഷം രൂപയ്ക്ക് വിലയുള്ള കാറാണ്. ഈ കാറുകളൊക്കെ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് യുവാക്കൾക്കുമാണ്. അപ്പം അതിൽ കിട്ടിയതുകൊണ്ട് ഓക്കെ, ഒരാളുടെ ഒരു വണ്ടി കിട്ടിയെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ചിലപ്പോൾ ഒരു വണ്ടി വിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആവാം. പക്ഷേ അത് ഈ നമ്മുടെ ഉപകാരം എന്നുള്ളൊരു സംഭവം തന്നെയാണല്ലോ ലക്ഷ്യം, ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ അത്രയും പൈസ പോലും വേണ്ടി വരില്ല. ഒരു 10, 15 ലക്ഷം രൂപയൊക്കെ വളരെ ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടി ഒരു അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു വീട് വെച്ചിട്ട് അതിനെ ഗീവ് അവേ കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ നിന്ന് അർഹരായിട്ടുള്ള ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ മേ ബി എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഗീവ് അവേ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ തോട്ടാണ് കേട്ടോ. കാരണം വീടില്ലാതെ, അന്തി ഉറങ്ങാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളിൽ താമസിക്കുന്ന, ഷെഡുകളിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ഈ ആഡംബര വാഹനങ്ങൾ ആവശ്യമുള്ളവർ കിട്ടിക്കോട്ടെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഇങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് ചില ആൾക്കാർക്കെങ്കിലും കിടക്കാൻ ഇടമാവുമായിരുന്നു. ഓക്കെ, സ്ഥലങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിലാണെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഗീവ് ആയിട്ട് കൊടുക്കാമെങ്കിൽ അതിലൊരു ചെറിയൊരു പാർപ്പിട സൗകര്യം വച്ച് താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയോ ഉണ്ടാവുമായിരുന്നു. പിന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ പഠിക്കാനുള്ള ഇത്ര കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിന് ഇനി വേണ്ട കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചാൽ, ഞാനെൻ്റെ ശ്രദ്ധ മാത്രം പറയുകയാണ്, കുറ്റം പറയുകയേ അല്ല. എടാ, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് പലർക്കും വേണ്ടിയും പല ബ്രാൻഡിന് വേണ്ടിയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടാ, ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ, അല്ല, ഞാൻ അറിഞ്ഞൂടാൻ പറ്റുന്ന ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ ഇത് മാർക്കറ്റിംഗ് എക്സ്പേർട്സ് വല്ലതും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സന്തോഷം. കാരണം ഇത്രയും വില കൂടിയ കാറുകൾ, ഇത്രയും വലിയ ലക്ഷറി ആയിട്ടുള്ള ഇത്രയും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സാധനം കൊടുത്തത് കൊണ്ട് അവർക്ക് എന്താ കിട്ടുന്നത്? ബ്രാൻഡ് പ്രൊമോഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അതോ അതിലൂടെ കിട്ടുന്ന ഈ സാധാരണ ഒരു 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ ഒരുമിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കയറ്റിയത് കൊണ്ട് മാത്രം വല്ല ബെനിഫിറ്റ് ഉണ്ടാവുമോ? എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത്, ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. അത് പുള്ളിക്കാരൻ പറഞ്ഞത്, കാരണം പുള്ളിക്കാരൻ തന്നെ ആദ്യം പറഞ്ഞത് മറ്റുള്ളവർ പലരും പറയുന്നത് പുള്ളിയെ ബാധിക്കത്തില്ല. പിന്നെ പുള്ളിയുടെ പേജ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായില്ല. ഈ ഗീവ് അവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. ഗീവ് അവേസ് കിട്ടി ജീവിതം മാറി മറിഞ്ഞ ആൾക്കാർ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഗീവ് അവേസ് കിട്ടി ജീവിതം മാറി മറിഞ്ഞ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഗീവ് അവേയിലൂടെ ജീവിതം മാറി മറിഞ്ഞ ഒരാളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ അനുഭവം വെച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഗീവ് അവേ കിട്ടി ജീവിതം മാറി മറിഞ്ഞ ആൾക്കാർ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല. അങ്ങനെ ജീവിതം മാറി മറിഞ്ഞ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഗീവ് അവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗീവ് അവേ ചെയ്യുന്നത് തന്നെ ലക്ഷക്കണക്കിന് ഭയങ്കര ലക്ഷം, 30 ലക്ഷം 40 ലക്ഷത്തിനേക്കുള്ള വണ്ടിയും മറ്റ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ആ സാധനം വയ്ക്കുന്ന സമയത്ത് പുള്ളിക്ക് എങ്ങനെയാണ് അതിനകത്ത് നിന്ന് വരുമാനം കിട്ടുക? എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ബ്രാൻഡ് പാർട്ണറായിട്ട് വരുന്ന ആൾക്കാർ വേറെ പുള്ളിക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെയും പൈസ കൊടുക്കുമോ? ആണോ? അങ്ങനെയാണോ? അവർ അതിൻ്റെ പുറമെ വീണ്ടും പൈസ കൊടുക്കുമോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. എടാ, ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെയൊക്കെ ഈ കുരു പൊട്ടം തുടങ്ങി. ഇദ്ദേഹം ഈ ലഹരിയുടെ കാര്യം ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ലഹരിയുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ ഒരു വിഷയം ഇപ്പോൾ വന്നത്? കാരണം എനിക്കിത് അയച്ചു തന്ന ആൾക്കാരൊക്കെ ഇപ്പം അർജുൻ്റെ ട്രോള് വന്നു, അർജുൻ്റെ ട്രോളിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു എന്നാണ്. അതർവൈസ് അദ്ദേഹത്തിന് ലഹരിയുടെ ഏതെങ്കിലും ആൾക്കാർ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇത് പറയുന്നതിനോടുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ലഹരി എന്ന് അദ്ദേഹം തുടക്കത്തിലും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സ് നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല, പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടിയില്ല. പിന്നെ ഞാൻ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്നവരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ആക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ
ഞാൻ അങ്ങേ അറ്റത്ത് സംസാരിക്കേണ്ടി വരും, പിന്നെ ഞാൻ എൻ്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ബ്ലോക്ക് ആക്കി വിടും പലരും. എടാ എത്രയൊക്കെ നല്ലത് ചെയ്താലേ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയേണ്ടതുണ്ടല്ലോ. സമ്മതിക്കണം ഇവനെ. നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിൽ നമ്മൾ എന്തിനാ ആൾക്കാരെ ബോധർ ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് നമ്മൾ നടക്കുന്ന നല്ല വഴിയിലൂടെ ആണെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഇത് സംസാരിക്കുന്നതിന് നമ്മൾ മറുപടി കൊടുക്കണം? ജോജി തമ്പിയുടെ റൂട്ട് കറക്റ്റാണ്, ജോജി തമ്പി ചെയ്യുന്ന കാര്യം വളരെ സ്ട്രെയിറ്റ് ആണെന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ആ ഒരു കാര്യത്തിലൂടെ ഗുണമുണ്ടാകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുമെങ്കിൽ താങ്കൾ എന്തിന് മറുപടി കൊടുക്കാൻ തന്നെ നിൽക്കണം? ചിലപ്പോൾ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളോ മോശമായിട്ടുള്ള വാക്കുകളോ ഒക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. മേ ബി എനിക്കറിയത്തില്ല കേട്ടോ. കാരണം പുള്ളി പറയുന്നതിനകത്ത് ലഹരിക്കെതിരെ വന്നതിന് ശേഷമാണ് ഇത് വന്നത്. പക്ഷേ പുള്ളിയുടെ ഈ ഒരു പല സമയത്തും വളരെ വില കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറുകളൊക്കെ ഇങ്ങനെ ഈ ഗിവ് അവേ കൊടുക്കുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാറ് ഇത്രയും വില കൂടിയ കാറുകളൊക്കെ ഇങ്ങനെ ഗിവ് അവേ വയ്ക്കുന്നു, അക്കൗണ്ടുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ കാറ് കൊടുക്കുന്ന ആളിന് എങ്ങനെയാണ് അത് മുതലാവുക? എനിക്കത് മനസ്സിലാവുന്നില്ല, എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഈ ജോജി തമ്പിയെ അല്ലെങ്കിൽ ഈ ഗിവ് അവേ കൊടുക്കുന്ന ആൾക്കാരെ കളിയാക്കിയ നമ്മുടെ അർജു, ഞാൻ തുടക്കത്തിലും പറഞ്ഞു വളരെ ഹെൽത്തി ആയിട്ടാണ് സംസാരിച്ച് പോകുന്നത്. ഒരു ഒഫൻഡഡ് ആയിട്ടുള്ള ഒരു വാക്കുകളൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഓക്കെ, ഞാൻ ഈ അർജുവിൻ്റെ ഒരു ചെറിയ കയ്യിൽ നിന്ന് പോയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അർജു ഇവിടെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അർജു എന്താണെന്നുള്ളത്. യൂട്യൂബർ അർജു ചെയ്യുന്നതോ? ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി. അർജു തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഗീവ് അവേയുടെ സംഭവങ്ങളെല്ലാം എടുത്ത് റോസ്റ്റ് ചെയ്ത അർജു തന്നെയാണ്. ഈ ലുഡോ എന്ന് പറയുന്ന ഗെയിം, ആ ഒരു ലുഡോ സൂപ്പി എന്ന് പറയുന്ന ഗെയിമൊക്കെ ഗാംബ്ലിംഗ് ആപ്പ്, അഥവാ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തേക്കുന്ന കുട്ടികളാണ്, യുവാക്കളാണ്. ആ ഒരു കുട്ടികളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇത്രയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വൈറലായ ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു ഗാംബ്ലിംഗ് പ്രൊമോഷൻ ആപ്പ് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ അവരിൽ നിന്ന് പ്രതിഫലവും വാങ്ങിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അർജുവിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എവിടെ പോയി എന്നുള്ളതാണ്. ഓക്കെ, എനിക്കത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അർജു എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യം ചെയ്തത് ശരിയാണോ തെറ്റാണോ അത് അർജു തന്നെ ചിന്തിക്കുക. അദ്ദേഹം എസ് അഭിജിത്തിൻ്റെ ചാനലിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് കുറേ നാളിന് മുമ്പ് ഈ സാധനം വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഇന്ന് ഇപ്പോൾ അർജു ഈ ഒരു കാര്യം വന്നതുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സിനൊക്കെ, എൻ്റെ ഇൻബോക്സിനകത്ത് ഇതൊക്കെ അയച്ചു തരുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് My 11 Circle ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡ്. അർജുന്റെ നിരന്തരമായ പല വീഡിയോകളിലൂടെയും അർജു ഇതുവരെ പ്രൊമോട്ട് ചെയ്ത ആപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പാണ് ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? എന്തുവാടേ, ഞാൻ റിച്ച് ആണെന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല റിയൽ ലൈഫിൽ നിനക്ക് റിച്ച് ആകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി. നോക്കൂ അർജുൻ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ സുപ്പിയിൽ നിന്നും ഉണ്ടാക്കിയതിന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും 1 ലക്ഷം രൂപ. അങ്ങനെ അന്ന് എസ് അഭിജിത്ത് ഈ ഒരു കാര്യം അന്ന് എക്സ്പോസ് ചെയ്തതാണ്. കുറേ നാളായി ഈ സാധനം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, അർജു ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അകത്ത് ഒരു യുവതലമുറ മൊത്തത്തിൽ അവരെ മറ്റൊരു കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കാനുള്ള ട്രേഡിംഗ്, അതിൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ്. സോഷ്യലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, സമൂഹത്തിനെ വഴിതെറ്റിച്ച് വിടുന്ന കുട്ടികളെ പുതിയ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കെല്ലാം ഇതിനകത്തേക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കുന്ന വളരെ വലിയൊരു ഇൻഫ്ലുവൻസറാണ് ഇത് ചെയ്തേക്കുന്നത്. അതൊരു വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത അർജുവാണ് ഈ ഗീവ് അവേ കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് റോസ്റ്റിംഗ് എന്നുള്ള ജസ്റ്റ് റോസ്റ്റാണ്. അത് ഒരിക്കലും വ്യക്തിപരമല്ല. ഞാനും ഇവിടെ സംസാരിക്കുന്ന ഒരിക്കലും വ്യക്തിപരമല്ല. അർജു അവിടെ റോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ജോജി തമ്പിയോ മറ്റുള്ള ഗീവ് അവേസ് നടത്തുന്ന ആൾക്കാരെയോ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അർജു ആ പരിപാടി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അർജുവിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു സംഭവം പോയേക്കുന്ന ഒരു വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആണ് എന്നുള്ള കാര്യം അർജു ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരാളെയും എങ്ങനെ തലയിൽ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരും നന്മ മരങ്ങളൊന്നുമില്ല. എല്ലാവരും ഇപ്പം ജോജി തമ്പി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം ചെയ്തേക്കുന്നത് ഈ ഗീവ് അവേ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് പൈസ കിട്ടുന്നു, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്.
അർജു ആണെങ്കിൽ അർജു ഇപ്പം പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് ഈ പറഞ്ഞ ലുഡോ മറ്റു സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് ആൾക്കാരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അവരത് പ്രചരിപ്പിക്കുന്നതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ജോജി തമ്പി പറയുന്നു, ക്ലെയിം ചെയ്യുന്ന കാര്യം അദ്ദേഹം അത് ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജീവിതം മാറി മറിഞ്ഞ ആൾക്കാർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കാരണം അല്ലാതെ അറിയില്ല. ഈ നമ്മുടെ ഈ എന്താണ് ഈ പറയുന്ന ഈ ഗീവ് അവേസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ 5 കമന്റോ നിങ്ങൾക്ക് തോന്നുന്ന കമന്റ് ഇടാന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് കമന്റ്സ് വരുന്ന സമയത്ത് അതിനകത്ത് ക്രിറ്റിസിസം എന്ന് ഉള്ളത് പോലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിനകത്ത്. യൂട്യൂബിൻ്റെ അകത്ത് ആ പരിപാടി നടക്കത്തില്ല. യൂട്യൂബ് അടിച്ച് കൈ കൊടുക്കും. യൂട്യൂബിൻ്റെ അകത്ത് അതാണ് ഗീവ് അവേ പരിപാടികളൊന്നും ഇല്ലാത്തത്. യൂട്യൂബ് ആ ഒരു കാര്യത്തിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടോ അപ്പം അടിച്ചങ്ങ് കളഞ്ഞാൽ അക്കൗണ്ട് വരെ ടെർമിനേറ്റ് ചെയ്ത് കളയും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആ പരിപാടി വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അറിയുന്നു. സോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങളോടാണ്. നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ കമന്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനും അപ്രിസിയേഷൻ നിങ്ങൾ നൽകും, ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യും. ബട്ട് അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ഉടായ്പിൻ്റെ അകത്തൊക്കെ ചെന്ന് പെട്ട് കിടക്കുമെന്ന് പറയാനുള്ളൂ. പിന്നെ അർജു ഒരേ സമയത്ത് ഇവരെയൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് കയറ്റുന്ന അർജു തന്നെ ഈ ലുഡോ ഗാംബ്ലിംഗ് ആപ്പുകളൊക്കെ ഇങ്ങനെ എന്താണ് പ്രൊമോട്ട് ചെയ്ത് ഫേക്കായിട്ടുള്ള പല ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് വളരെ വലിയ എമൗണ്ടുകൾ കരസ്ഥമാക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇനിയും പഠിക്കാത്തത് എന്താണ്? കൊച്ചു കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചുമ്മാ ഈ അക്കൗണ്ടിൻ്റെ അത് അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇവർ പറയുന്ന ഈ പറഞ്ഞ കണക്കിന് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുത്തിയിരിക്കരുത്. പിന്നെ ഈ ഗീവ് അവേ എന്നൊക്കെ പറയുന്ന കേട്ട പാതി കേൾക്കാത്ത പാതി അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും അറിയാതെ നിങ്ങൾ പോയിട്ട് ഇതിനകത്തൊന്നും ചെന്ന് വീഴരുത്. അവരതിനകത്ത് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാമെന്നുള്ളൂ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ടുപേരോടും എനിക്ക് റെസ്പെക്റ്റ് അല്ല, രണ്ടുപേരോടും എനിക്ക് ഓക്കെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. റെസ്പെക്റ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇഷ്ടമാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.